രാവിലെ തന്നെ ലൈവിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ്. അനീഷ് ഷാനവാസും കൂടെ സംസാരിച്ച പ്രശ്നം തുടങ്ങിയത്. അപ്പോഴേക്കും ലക്ഷ്മിയുടെ കുറേ റൂളും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ലക്ഷ്മി അതിൻ്റെ ഇടയ്ക്ക് കയറി ആ വഴക്ക് ഏറ്റെടുത്ത് പിന്നെ അത് മൊത്തത്തിലൊരു വഴക്കായി. അഡ്മിൻ എന്നുള്ള നിലയിൽ അതിന് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നൂറയും സൈഡിലിരുന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. താൻ പറയുന്നത് 100% കറക്റ്റാണെന്നുള്ള രീതിയിലുള്ള സ്വഭാവമാണ് അനീഷിൻ്റെ എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം, അല്ലാതെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ശരിയെന്ന് ആദില പറയുന്നുണ്ട്. ഷാനവാസിനെ പഞ്ചസാര കള്ളനെന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് നടക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ പഞ്ചസാര ഉപയോഗിക്കാത്ത ഞാൻ പഞ്ചസാര കള്ളനെന്നുള്ള പേര് ഇവൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ? ഇവൻ എപ്പോഴും പഞ്ചസാര എടുത്തു എന്ന് പറഞ്ഞപ്പം അതൊന്ന് എടുത്ത് വെറുതെ മാറ്റി വെച്ചത് അവൻ ഒരു ഫണ്ണായിട്ടതൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. ഒരു ഫണ്ണിന് വേണ്ടി ഞാൻ ചെയ്തതാണ്, അല്ലാതെ ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. അപ്പം പിന്നെ എന്നെ പഞ്ചസാര കള്ളനെന്ന് പറയേണ്ട ആവശ്യം എന്തുകൊണ്ട്? അപ്പം അനീഷ് വന്നിട്ട് പറയുകയാണ്, ഇത് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കണ്ടസ്റ്റൻറ്റുകളെയും പുറത്തെ പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്താലാണ് ഇങ്ങനെ ഇപ്പോൾ ഇതൊരു സംസാരമാക്കിയത്. ഞാൻ പറഞ്ഞ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്. എപ്പോൾ സംസാരിച്ചാലും ഷാനവാസ് ഇപ്പം പഞ്ചസാരയുടെ കാര്യം എടുത്തങ്ങിടും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യം പി ആറിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. എനിക്ക് കൊളാബറേഷനും പി ആറും കൂടെ ഉള്ള അതെനിക്ക് തെറ്റിപ്പോയി, ഞാനത് പറഞ്ഞതാണ്, എനിക്കത് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം നൂറേം പറയുന്നുണ്ട് പുള്ളിക്ക് തെറ്റിപ്പോയി, കൊളാബറേഷൻ പി ആർ ആണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് പി ആറിൻ്റെ മീനിങ് എന്തുവാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് എൻ്റെ അനിയൻ വന്നപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പറഞ്ഞത്, അല്ലാതെ രഹസ്യമായിട്ട് മാറ്റി നിർത്തിയാണോ പറഞ്ഞത്? എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഷാനവാസ് പറയാണ് ആര്യൻ്റെ അമ്മ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെയല്ലേ പറഞ്ഞത്, അനുമോളുടെ അമ്മ ഞങ്ങളെ മാറ്റി നിർത്തിയാണോ പറഞ്ഞത്? അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഭയങ്കരമായ ബഹളം. ലക്ഷ്മിയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഭയങ്കര ഒച്ചത്തിൽ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നതും കേൾക്കുന്നില്ല, അനീഷ് പറയുന്നതും കേൾക്കുന്നില്ല. ലക്ഷ്മിയുടേതായ ഒരു ലോകത്ത് എന്തൊക്കെയോ ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയൻ പറഞ്ഞ കാര്യം ലക്ഷ്മി പോയിൻ്റ് ഔട്ട് ചെയ്തപ്പം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഷാനവാസ് പഞ്ചസാരയുടെ കാര്യം എടുത്തിട്ടു എന്ന് അനീഷ് പറയുന്നുണ്ട്. ഷാനവാസ് കിടന്ന് വേളം വെക്കുന്നുണ്ട്, അനുമോളുടെ അമ്മ ഞങ്ങളോട് രഹസ്യമാണ് പറഞ്ഞത്, ആര്യൻ്റെ അമ്മ ഞങ്ങളോട് രഹസ്യമാണ് പറഞ്ഞതെന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്.